പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തിരുളുന്നതിനിടയിൽ ഇതുവരെ പുലർത്തിയിരുന്ന തന്ത്രപ്രധാനമായ മൗനം വെടിഞ്ഞ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലെ നാവിക ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആഗോള വ്യാപാരത്തിന്റെ ജീവനാടി തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ബീജിംഗ് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഷീ ജിൻപിങ് നടത്തിയ അതീവ രഹസ്യവും ഗൗരവകരവുമായ ടെലിഫോൺ സംഭാഷണത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ഈ സ്ഫോടനാത്മകമായ മുന്നറിയിപ്പുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ ഓരോ ചലനവും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഏതറ്റം വരെ പോകാനും ബീജിംഗ് തയ്യാറാണെന്ന സൂചനയാണ് ഷീ ജിൻപിങ്ങിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ ആർക്കും കഴിയില്ലെന്ന ചൈനയുടെ പ്രഖ്യാപനം വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതും ഒമാൻ ഉൾക്കടലിൽ യുദ്ധക്കപ്പലുകൾ നിരന്നതും പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ചൈന ഒരു വലിയ മധ്യസ്ഥന്റെ റോളിലേക്ക് സ്വയം ചുവടുവെക്കുന്നത്. അമേരിക്കയുടെ പിടിവാശിയും ഇറാന്റെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടത്തിൽ സമാധാനത്തിനായുള്ള ചാലകം അതിവേഗം അടയുകയാണെന്ന് ചൈന ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയുടെ ഈ നയതന്ത്ര നീക്കം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാനം തകർന്നാൽ അത് ലോകമെമ്പാടും പട്ടിണിക്കും വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് ഷീ ജിൻപിങ് ഓർമ്മിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങൾ ചൈനയുടെ താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇറാന്റെ പതനം ചൈനയുടെ പശ്ചിമേഷ്യൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുമെന്ന് ബീജിംഗ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ റഷ്യയുമായി ചേർന്ന് ഒരു സംയുക്ത പ്രതിരോധം ചൈന ആലോചിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന ആശങ്ക അമേരിക്കൻ പടക്കപ്പലുകൾക്കിടയിൽ പടർന്നു കഴിഞ്ഞു. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക, മറുപുറത്ത് തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങളുമായി ചൈന. ഇവർക്കിടയിൽ പശ്ചിമേഷ്യ ഒരു കത്തുന്ന കൽക്കരിയായി മാറിയിരിക്കുന്നു. സൗദി അറേബ്യയുമായുള്ള ചൈനയുടെ അടുപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് ഭീഷണിയാണ്. മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ചർച്ചയിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു സഖ്യം രൂപീകരിക്കണമെന്ന നിർദ്ദേശവും ഷീ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു. ഇത് കേവലം ഒരു എണ്ണ കച്ചവടത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ അധികാര കേന്ദ്രം എങ്ങോട്ട് തിരിയണമെന്നതിന്റെ പോരാട്ടമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ആയുധങ്ങൾ കൊണ്ട് അമേരിക്ക കളിക്കുമ്പോൾ നയതന്ത്രവും സാമ്പത്തിക സ്വാധീനവും കൊണ്ട് ചൈന കരുനീക്കങ്ങൾ നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ അത് ചൈനയുടെ നിർമ്മാണ മേഖലയെയും വ്യവസായങ്ങളെയും നിശ്ചലമാക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് തങ്ങൾക്ക് ആത്മഹത്യാപരമാണെന്ന് ബീജിംഗ് മനസ്സിലാക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ആഗോള തലത്തിൽ നിന്നും ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാമെന്ന ഷീ ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയല്ല. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് ബീജിംഗിന്റെ തീരുമാനം. പാകിസ്ഥാനിലെ അമേരിക്കൻ സാന്നിധ്യം ചൈനയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ അയൽ രാജ്യത്ത് അമേരിക്കൻ സൈന്യം താവളം ഉറപ്പിക്കുന്നത് ചൈനീസ് അതിർത്തികൾക്ക് ഭീഷണിയാണ്. ഇറാനെ വളയാൻ അമേരിക്ക നടത്തുന്ന ഈ നീക്കം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെയും തകർക്കും. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ചൈനയുടെ മധ്യസ്ഥത അനിവാര്യമായി വന്നിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഷീ ജിൻപിങ്ങിന്റെ ഈ വാക്കുകളെ എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ആഗോള സമാധാനം. ലോകം ഇപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് ചൈനയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുമ്പോൾ അതണയ്ക്കാൻ ബീജിംഗ് നടത്തുന്ന ഈ ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് കണ്ടറിയണം. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ലോകത്തിന്റെ മുഴുവൻ സുരക്ഷയാണെന്ന ചൈനയുടെ നിലപാട് ആഗോള വിപണിയിൽ ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സമാധാനത്തിനായുള്ള അവസാന വഴി നയതന്ത്രം മാത്രമാണെന്നും ആ വഴി അടഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് വലിയൊരു വിനാശമായിരിക്കുമെന്നും ഷീ ജിൻപിങ് ആവർത്തിക്കുന്നു.